BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ചടക്കമുള്ള കേസുകളിൽ ഉൾപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകന് പാർട്ടി അംഗത്വം നൽകിയ വിഷയത്തിൽ RSPയോടടഞ്ഞ് കോൺഗ്രസ് മുന്നണി ബന്ധം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആത്മാഭിമാനം പണയപ്പെടുത്താൻ തയ്യാറല്ലെന്നാണ് DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് പറഞ്ഞത്. വിഷയത്തിൽ കോൺഗ്രസുമായി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം RSP ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. ഇതിന് പിന്നാലെയാണ് DCC പ്രസിഡന്റിന്റെ തന്നെ പരസ്യ വിമർശനം. മുന്നണി ബന്ധം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ഘടകകക്ഷികൾക്കും ബാധ്യതയുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ആരെ അംഗമാക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അതാത് പാർട്ടിക്കുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ പ്രതിപക്ഷ യുവജന സംഘടനകൾ സഹിച്ച പീഡനവും ദുരിതങ്ങളും മറക്കരുത്. RSP ഇപ്പോൾ അംഗത്വം നൽകി സ്വീകരിച്ചവരുടെ മുൻകാല ചരിത്രം അന്വേഷിക്കേണ്ടതായിരുന്നു. മുൻ സർക്കാരിനെതിരെ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മൃഗീയമായി മർദ്ദിച്ചവരെ പാർട്ടിയിലെടുത്തതിനെ RSP ജില്ലാ സെക്രട്ടറി ന്യായീകരിച്ചതിനെ അതിശയത്തോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇരവിപുരത്തെ RSP സ്ഥാനാർത്ഥിയുടെ വിഷയത്തിൽ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെയും പങ്ക് പാർട്ടി മറന്നാലും ജയിച്ച MLA മറക്കില്ലെന്നാണ് വിശ്വാസം, DCC പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരെ VD സതീശൻ സർക്കാർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന മാതൃക കാട്ടുമ്പോൾ കൊല്ലത്ത് ഇത്തരക്കാരെ മാലയിട്ട് സ്വീകരിച്ചത് സർക്കാരിന്റെ നിലപാടുകളോടുള്ള വെല്ലുവിളിയാണെന്ന് വിഷ്ണു സുനിൽ പറഞ്ഞു. വിഷ്ണു മോഹനെ MLA ആക്കാൻ അഹോരാത്രം പണിയെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസുകാരെയും പിന്നിൽ നിന്ന് കുത്തിയതിന് സമാനമാണ് നടപടി. UDF സംസ്ഥാന ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി VD സതീശനും KPCC പ്രസിഡന്റിനും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പരാതി അയച്ചതായും വിഷ്ണു സുനിൽ പറഞ്ഞു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.